ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചിക്കൻ പിസയുടെ റെസിപ്പി ആയിട്ടാണ് വന്നത്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം തന്നെ പിസൻ്റെ ഡോ തയ്യാറാക്കാം. അതിനുവേണ്ടി 1.5 കപ്പ് മൈദയാണ് ഞാൻ എടുത്തത്. പിന്നെ ഞാനെടുത്തത് 1/2 ഗ്ലാസ് ഇളം ചൂടുവെള്ളം, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഈസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്. ഇനി എടുത്ത് വെച്ച ഇളം ചൂടുവെള്ളത്തിലേക്ക് പഞ്ചസാരയും ഈസ്റ്റും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് എടുത്ത് വെച്ച മൈദ ഇട്ട് കൊടുക്കാം. ഇനി മൈദയിലേക്ക് ഈസ്റ്റ് ചേർത്ത വെള്ളം കുറച്ചായി ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. വേണമെങ്കിൽ ചേർത്താൽ മതി. നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി പിസയ്ക്ക് വേണ്ടിയുള്ള സോസ് തയ്യാറാക്കാം. അതിനുവേണ്ടി 3 തക്കാളി, 1 വലിയ സവാള, കുറച്ച് വെളുത്തുള്ളി അല്ലി, പിന്നെ വേണ്ടത് ഒറിഗാനോ 1 ടീസ്പൂൺ, ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂൺ, ടൊമാറ്റോ കെച്ചപ്പ് 1 ടീസ്പൂൺ. ഇനി സോസ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിന് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായാൽ അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ചെറുതായി അരിഞ്ഞ സവാള കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവാള കുറച്ച് ഫ്രൈ ആയാൽ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഞാൻ പകുതിയായിട്ട് കട്ടാക്കിയതാണ്. തക്കാളി ഇങ്ങനെ പകുതിയാക്കി ഇട്ട് കൊടുത്താൽ അതിൻ്റെ തൊലി നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി ഇത് അടച്ച് വെച്ച് കുറച്ച് സമയം വേവിക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയുടെ തൊലിയെല്ലാം ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ കെച്ചപ്പ് ചേർത്താൽ സോസിന് നല്ലൊരു കളർ കിട്ടും. അതിനു വേണ്ടിയാണ് ചേർക്കുന്നത്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം.
തണുത്തതിന് ശേഷം മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം. മിക്സിയിലിട്ട് അരച്ചെടുത്തതാണിത്. അങ്ങനെ സോസ് റെഡിയായി. ഇനി അടുത്തത് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി 1/2 കപ്പ് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. പിസ്സൻ്റെ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിസ്സയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി പിസ്സ ഉണ്ടാക്കാം. ചീസ് ഞാൻ മധുരമുള്ള ചീസാണ് എടുത്തത്. തവയിലാണ് ഞാൻ പിസ്സ ഉണ്ടാക്കുന്നത്. തവയിൽ ബട്ടർ നന്നായി തേച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിൽ മാവ് ഇതേപോലെ പരത്തി കൊടുക്കുക. എന്നിട്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് ഡോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിന് മുകളിൽ പിസ്സ സോസ് തേച്ച് കൊടുക്കുക. ഇനി ഇതിന് മുകളിൽ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം സവാള ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി അതിന് മുകളിലായിട്ട് കോൺ ഇട്ട് കൊടുക്കാം. ഇനി അതിന് മുകളിലായിട്ട് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇനി അതിന് മുകളിലായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അതിന് മുകളിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് ചീസും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഓവൻ ഇല്ലാതെയാണ് ഞാൻ പിസ്സ ഉണ്ടാക്കുന്നത്. പിസ്സ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഏകദേശം 5 മിനിറ്റായി, നന്നായി ചൂടായിട്ടുണ്ട്. അതിന് മുകളിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 40-45 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം.
40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പിസ്സ പാകമായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓവനില്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പിസ്സ ഇതാ റെഡിയായി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതേപോലെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.